ഇത്തവണ കേരളത്തിൽ UDF മന്ത്രിസഭ രൂപീകരിക്കുമെന്നും ആരൊക്കെ ജയിക്കും, ആരൊക്കെ പരാജയപ്പെടും എന്നൊക്കെയുള്ള പ്രവചനം ഭാരത് ലൈവിൽ പോളിംഗിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. വർഷങ്ങളായി ഇത്തരം പ്രവചനങ്ങൾ കണക്കുകളെ അടിസ്ഥാനത്തിൽ നടത്തി അതൊക്കെ വ്യക്തമായി പ്രവചിച്ചുകൊണ്ടിരുന്ന സെഫോളജിസ്റ്റ് തോട്ടക്കാട് N ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഇതാ ചാനൽ ചർച്ചയിൽ വ്യക്തമായി പങ്കെടുത്ത നിലപാട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതാ വീണ്ടും പ്രവചിക്കുന്നു ആരൊക്കെയാകും UDF മന്ത്രിമാരെന്ന്. VD സതീശൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന മന്ത്രിസഭയിൽ വരാനുള്ള മന്ത്രിമാരുടെ പേര് ഇനി പ്രവചിക്കുന്നു. കോൺഗ്രസിൻ്റെ മന്ത്രിമാർ 11 പേരുണ്ടാകും. 1 K മുരളീധരൻ, 2 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 3 സണ്ണി ജോസഫ്, 4 മാത്യു കുഴൽനാടൻ, 5 M ലിച്ചു, 6 ബിന്ദുകൃഷ്ണ, 7 T സിദ്ദിഖ്, 8 AP അനിൽകുമാർ. അങ്ങനെ 8 പേർ. കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരാകാൻ സാധ്യതയുള്ള മറ്റ് MLAമാരുടെ പേരുകൾ ഇനി തോട്ടക്കാട് N ഗോപാലകൃഷ്ണൻ പറയുകയാണ്. 8ാമതായി ആര്യടൻ ഷൗക്കത്ത്, ഷാനിമോൾ ഉസ്മാൻ, ഇവരിലൊരാൾ. സേനാപതി വേണു, സുമേഷ് അച്യുതൻ എന്നിവരിൽ ഒരാൾ 9ാമത്തെ മന്ത്രിയാവും. 10ാമനായി N ശക്തൻ അല്ലെങ്കിൽ M വിൻസെന്റ്, ഇവരിലൊരാൾ. ഇനി 11ാം മന്ത്രിയായി മുൻ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ രമേശ് ചെന്നിത്തല സർക്കാരിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാകും ആ 11ാം മന്ത്രി. 11ാം മന്ത്രി എന്നല്ല, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതാവസ്ഥ ഇപ്പോഴും തുടരുന്നത്. VD സതീശൻ്റെ കീഴിൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ എന്നൊരു സംശയമാണ് ഈ ഒരു അവസാന നിമിഷത്തെ 11ാമത്തെ മന്ത്രിയായി ചെന്നിത്തലയെ പ്രവചിക്കാൻ കാരണം. ഇനി ലീഗ് മന്ത്രിമാർ 5 പേരുണ്ടാകും. 1ാമൻ PK കുഞ്ഞാലിക്കുട്ടി, 2ാമത് N ഷംസുദ്ദീൻ, 3ാമത് PK ബഷീർ, 4 KM ഷാജി. അങ്ങനെ 4 വ്യക്തമായ മന്ത്രിമാർ. ഇനി ലീഗിൻ്റെ 5ാം മന്ത്രി പാറക്കൽ അബ്ദുള്ള അല്ലെങ്കിൽ AKM അഷ്റഫ്, ഇവരിൽ ഒരാളാകും ലീഗിൽ നിന്നുമുള്ള ആ 5ാം മന്ത്രി. അതുണ്ടായിരിക്കുമെന്നാണ് തോട്ടക്കാട് N ഗോപാലകൃഷ്ണൻ വ്യക്തമായും പ്രവചിക്കുന്നത്. ഇനി കേരള കോൺഗ്രസിന് 2 മന്ത്രിമാരുണ്ടാകുമെന്ന് പറയുന്നു. അതിലൊന്ന് മോൻസ് ജോസഫ് തന്നെയാണ്. 2ാമത്തെ മന്ത്രിമാരിൽ തോമസ് ഉണ്ണിയാടൻ അല്ലെങ്കിൽ അപ്പു ജോൺ ജോസഫ്, ഇവരിൽ ഒരാൾ മന്ത്രിയാകും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ മന്ത്രിയാകും. RSPക്ക് ഒരു മന്ത്രി ഉണ്ടാകുകയുള്ളൂ. അത് സാക്ഷാൽ ഷിബു ബേബി ജോൺ തന്നെയാകും. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് ഒരു MLA ഉണ്ട്, അനൂപ് ജേക്കബ്. അദ്ദേഹം തന്നെയാകും UDFൻ്റെ ആ ഘടകകക്ഷി മന്ത്രി. CMPക്ക് ഏവരും പ്രതീക്ഷിച്ചതുപോലെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ജയിച്ച CP ജോൺ തന്നെയാകും CMPയുടെ UDFൻ്റെ ആ ഘടകകക്ഷി മന്ത്രി. ഇതാണിപ്പോൾ മന്ത്രിമാരുടെ പട്ടികയിൽ തോട്ടക്കാട് N ഗോപാലകൃഷ്ണൻ പ്രവചിച്ചിരുന്നത്. പിന്നെ നേരത്തെ ഒരു ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ G സുധാകരൻ സ്പീക്കറാകാൻ സാധ്യതയുണ്ടെന്നാണ് അടുത്ത പ്രവചനം. റോജി M ജോൺ, VP സജീന്ദ്രൻ എന്നിവരിൽ ഒരാൾ ഡെപ്യൂട്ടി സ്പീക്കറുമായേക്കാം. MLAമാരുടെ ബാഹുല്യം കൊണ്ടും ഘടകകക്ഷികളായ അവിടെ എണ്ണത്തിൽ കൂടുതൽ MLAമാർ ഉള്ളതുകൊണ്ടും 2-3 ജില്ലകൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടാതെ വന്നേക്കാം. ഇനി രമേശ് ചെന്നിത്തല മന്ത്രിയായാൽ നായർ മന്ത്രിമാരിൽ ഒരാൾക്ക് ആ സ്ഥാനം പോകും. വിഷമിക്കേണ്ട, ആ സ്ഥാനം പോകുന്ന നായർ മന്ത്രി സ്ഥാനാർത്ഥിക്ക് ചീഫ് വിപ്പ് പദവി അദ്ദേഹത്തെ കാത്തിരിക്കും. 2021 മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകും എന്ന് പ്രവചിച്ചതും ഇതേ തോട്ടക്കാട് N ഗോപാലകൃഷ്ണൻ മാത്രമാണ്. അതിൽ പലരും നെറ്റി വിളിച്ചിരുന്നു. ആദ്യം മുസ്ലിം ലീഗിന് 4 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. 1 വർഷം കഴിഞ്ഞ് മുസ്ലിം ലീഗിന് ഒരു മന്ത്രിയെ കൂടി UDF സർക്കാരിന് അന്ന് കൊടുക്കേണ്ടി വന്നു. ഈ പ്രശ്നം UDFൻ്റെ പ്രതിച്ഛായയെ തെല്ലൊന്നുമല്ല ബാധിച്ചത്. പക്ഷേ പ്രവചനം കൃത്യമായിരുന്നു. തുടക്കത്തിൽ തന്നെ 5 മന്ത്രിമാരെ നൽകിയിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇടയ്ക്ക് വെച്ച് ചർച്ചയെ ആകില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ലീഗിൻ്റെ കടുംപിടുത്തം കൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് മാധ്യമങ്ങളിൽ വ്യക്തമായി വാർത്ത വന്നതും മുഖ്യമന്ത്രി ആയതും. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും LDF നേതാക്കളുമൊക്കെ ഇക്കാര്യത്തിൽ ലീഗിനെയും കോൺഗ്രസിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. പക്ഷേ പിടിച്ചെടുത്ത് തന്നെ സതീശൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഹൈക്കമാൻഡിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വിഷയം 10 ദിവസം വലിച്ചിഴച്ചതെന്നും അദ്ദേഹം തൻ്റെ പ്രവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്.
എന്തായാലും ഈ പ്രശ്നത്തിൽ ഹൈക്കമാൻഡിന് ജനവികാരം മാനിക്കേണ്ടി വന്ന എന്നത് ജനവികാരം മാനിക്കുന്ന ഒരു UDF സർക്കാരാകും കേരളത്തിൽ അധികാരത്തിൽ വരികയെന്ന് തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നേരത്തെ പ്രവചിച്ചതിൻ്റെ അതേ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇത്തരമൊരു പ്രവചനം ഞങ്ങൾ നേരത്തെ പ്രവചിച്ചതാണ്. UDF 89-90 സീറ്റുകളുമായി അധികാരത്തിൽ വരുമെന്ന് തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ്റെ അഭിമുഖം ഞങ്ങൾ നേരത്തെയുള്ള ചർച്ചകളിൽ കൊടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് ദിവസങ്ങൾക്കകം മന്ത്രിമാരെ തീരുമാനിക്കും, 1-2 ദിവസത്തിനകം UDF സർക്കാരിലെ മന്ത്രിമാരെ തീരുമാനിക്കും എന്നിരിക്കെ ഈ പ്രവചനവും ഏതാണ്ടൊക്കെ സത്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു.